ഹലോ മിറ്റ്സ്. അങ്ങനെ ക്രിക്കറ്റിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായുള്ള ആധിപത്യം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന ഏകദിന മത്സരമായിരുന്നു ഇന്നലെ ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നത്. ആ മത്സരത്തിൽ ഇന്ത്യ 9 വിക്കറ്റിനാണ് അഫ്ഗാനിസ്ഥാനെ തകർത്തത്. ഇതുവരെ 18 മത്സരങ്ങളാണ് ഇരുവരും തമ്മിൽ ഇതുവരെ കളിച്ചിട്ടുള്ളത്. അതിൽ ഒരു തവണ പോലും അഫ്ഗാനിസ്ഥാന് ഇന്ത്യക്കെതിരെ ജയം നേടാൻ സാധിച്ചിട്ടില്ല. ഒരു തവണ ഒരു മത്സരം ടൈയും കണ്ടുണ്ട്. അത് ഏത് മത്സരമാണെന്ന് അറിയില്ല. അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ഒരു സൂപ്പർ ഓവർ മാച്ചും വന്നിട്ടുണ്ട്. അതൊഴിച്ച ബാക്കി എല്ലാത്തിലും പൂർണ്ണ പരാജയം തന്നെയാണ് ഇന്ത്യയോട്. അഫ്ഗാനിസ്ഥാൻ ഇത്തവണ ഇന്ത്യക്കെതിരെ കളിക്കാനാണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ബോളർമാരായ നവീൻ ഉൾ ഹക്ക്, അതുപോലെ തന്നെ ഗുൽബദി നെയ്ബ് എന്നിവരുള്ള എക്സ്പീരിയൻസ്ഡ് ബോളേഴ്സ് ഇല്ലാതെയാണ് ഇന്ത്യക്കെതിരെ കളിക്കാൻ വന്നത്. അത് നന്നായി അഫ്ഗാനിസ്ഥാനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാൻ സ്ട്രീമേഴ്സ് ഇതുവരെ ആ കൂടി 2 വിക്കറ്റ് മാത്രമേ ഈ 3 ഓടിയിലും കൂടി ആകെ നേടിയത്. എന്നാൽ അഫ്ഗാനിസ്ഥാനെ തുടക്കത്തിൽ തന്നെ തകർത്തെറിഞ്ഞ പ്രസിദ്ധ് കൃഷ്ണയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായത്. 5 അഫ്ഗാൻ വിക്കറ്റുകളാണ് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണ നേടിയത്. ഇന്നലെ പ്രസിദ്ധ് കൃഷ്ണയുടെ ആദ്യത്തെ 5 വിക്കറ്റ് പ്രകടനം കൂടിയാണ്. അതുപോലെ തന്നെ എന്തിന് ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ള വിമർശകർക്കുള്ള ഒരു മറുപടി കൂടിയായിരുന്നു പ്രസിദ്ധ് കൃഷ്ണയുടെ ഇന്നലത്തെ ഒരു ബോളിംഗ് പ്രകടനം. പ്ലെയർ ഓഫ് ദ സീരീസ് ആയത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ തന്നെയാണ്. കഴിഞ്ഞ 2 ഇന്നിങ്സിലും കിടിലൻ ബാറ്റിംഗ് കാഴ്ചവെച്ച ശുഭ്മാൻ ഗില്ലാണ് ഈ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാനിലെ പ്ലെയർ ഓഫ് ദ സീരീസ് ആയി. ഇന്നത്തെ മത്സരത്തിലേക്ക് വരാൻ ടോസ് നേടിയ അഫ്ഗാൻ ക്യാപ്റ്റൻ അഷ്മത്തുള്ള ഷഹീദി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇരു ടീമിലും മാറ്റങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൽ 3 മാറ്റങ്ങളും അഫ്ഗാൻ ടീമിൽ 4 ചേഞ്ചസുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ടീമിൽ നോക്കുകയെന്ന് വെച്ചാൽ KL രാഹുൽ, അർഷ്ദീപ് സിംഗ്, അതുപോലെ തന്നെ കുൽദീപ് യാദവ് എന്നിവരെ പുറത്തിറക്കി. പ്രസിദ്ധ് കൃഷ്ണ, ഹർഷ് ദുബെ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർക്ക് അവസരം കൊടുക്കുകയായിരുന്നു. അഫ്ഗാൻ ടീമിലെ മാറ്റം നോക്കുകയെന്ന് വെച്ചാൽ ബിലാൽ സമി, മുഹമ്മദ് സലീം സാഫി, നംഗേലിയ ഗലോട്ടി, സദിഖുള്ള അഡൽ എന്നിവർക്ക് പകരം സിയാർ റാഫ്, ഷെറാഫി, ഫരീദ് അഹമ്മദ് മാലിക്, അതുപോലെ തന്നെ മുഹമ്മദ് നബി, അസ്മത്തുള്ള ഉമർ സായി എന്നിവരാണ് ഇന്നലെ അഫ്ഗാനിസ്ഥാന് വേണ്ടി പ്ലേയിങ് ഇലവനിൽ കളിച്ചത്. ഓപ്പണറായ റഹ്മാൻ അൽബറസിനെ തൻ്റെ ആദ്യ ഓവർ തന്നെ രോഹിത് ശർമ്മയുടെ കൈകളിൽ എത്തിച്ച് പ്രസിദ്ധ് കൃഷ്ണ അഫ്ഗാൻ ബാറ്റിങ്ങിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം കൊടുക്കുകയായിരുന്നു. സെയിം പാറ്റേണിനോട് തന്നെ ഇബ്രാഹിം സിദ്ധാനും മുഹമ്മദ് ഷായും പുറത്താക്കി പ്രസിദ്ധ് കൃഷ്ണ തൻ്റെ തുടക്കം ഗംഭീരമാക്കി. പിന്നീട് ഡാർവിഷ് റസൂലിയെ സൈഡുകളിൽ എത്തിച്ച് പ്രസിദ്ധ് കൃഷ്ണ തൻ്റെ ആദ്യത്തെ സ്പെല്ലിൽ ഗംഭീരമാക്കി. അങ്ങനെ 10 ഓവറിൽ വെറും 36 റൺസിന് 4 എന്ന നിലയിലേക്ക് അഫ്ഗാൻ ബാറ്റിങ്ങിൻ്റെ തകർന്നു വീഴുകയായിരുന്നു. പിന്നീടാണ് അഫ്ഗാൻ ക്യാപ്റ്റൻ അഷ്മത്തുള്ള ഷഹീദിയുടെ ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് നമ്മൾ കാണുന്നത്. അസ്മത്തുള്ള മുസായി കൂട്ടുപിടിച്ച് 5-ാം വിക്കറ്റിൽ 105 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് നിങ്ങളെ അഫ്ഗാനിസ്ഥാന് വേണ്ടി കൂട്ടിച്ചേർത്ത് അഫ്ഗാനിസ്ഥാനെ വലിയൊരു ബാറ്റിൽ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചെടുത്തു. എന്നാൽ 29-ാം ഓവറിൽ പ്രിൻസ് യാദവ് അസ്മത്തുള്ള മുസായെ പുറത്താക്കി ഇന്ത്യക്കൊരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. അസ്മത്തുള്ള മുസായി ഇന്നലെ 56 പന്തിൽ 5 4 2 6 ഉൾപ്പെടെ 50 റൺസാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടി നേടിയത്. എന്നാൽ പോരാട്ടം അവസാനിപ്പിക്കാതെ അഫ്ഗാൻ ബാറ്റർമാർ അഷ്മത്തുള്ള ഷമീദി വീണ്ടും വൈറ്റ് റൺ ബാറ്ററായ മുഹമ്മദ് നബിയെ കൂട്ടുപിടിച്ച് 6-ാം വിക്കറ്റിൽ 57 റൺസ് കൂടി കൂട്ടിച്ചേർത്ത് അഫ്ഗാനിസ്ഥാനെ ഒരു അത്യാവശ്യം ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ 38-ാം ഓവറിൽ മുഹമ്മദ് നബിയെ പുറത്താക്കി ഗുർനൂർ ബ്രാർ വീണ്ടും അഫ്ഗാനിസ്ഥാനെ ഞെട്ടിച്ചു. പിന്നീട് വന്ന റാഷിദ് ഖാനായാലും AM സൻഫാറിനായാലും കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. എന്നാൽ മറുവശത്ത് ക്യാപ്റ്റൻ റെസ്പോൺസിബിലിറ്റി തുടർന്നുകൊണ്ടേയിരുന്നു. അഷ്മത്തുള്ള ഷഹീദ് തൻ്റേതായ ഇന്നിങ്സ് കളിച്ച് അഫ്ഗാനിസ്ഥാനെ 218 എന്നൊരു ഭേദപ്പെട്ട സ്കോറിലെത്തിക്കുകയും അദ്ദേഹം തൻ്റെ ഓഡിയയിലെ ആദ്യത്തെ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. 131 പന്തിൽ 13 4ഉം 1 6ഉം ഉൾപ്പെടെ 102 റൺസാണ് ഇന്നലെ അഷ്മത്തുള്ള ഷഹീദ് അഫ്ഗാനിസ്ഥാൻ ടീമിന് വേണ്ടി നേടി. വെറും 8.2 ഓവറിൽ 23 റൺസ് മാത്രം വിട്ടു തുടങ്ങി 2 മെയ്ഡിനടക്കം 5 വിക്കറ്റ് നേടിയ പ്രസിദ്ധ് കൃഷ്ണയാണ് ഇന്നലെ അഫ്ഗാൻ ബാറ്റർമാരെ തകർത്തത്. പ്രസിദ്ധ് കൃഷ്ണ തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ്റെ ഈ ഒരു സ്കോർ ചെയ്യാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാരായിട്ട് രോഹിത് ശർമ്മയും യശസ്വി വരുന്നു. അസ്മത്തുള്ള മസായി എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ 18 റൺസ് നേടി ഇന്ത്യ നല്ലൊരു തുടക്കം കൊടുക്കുകയായിരുന്നു. ഒരു പക്ഷേ 20 ഓവറിൽ കളി അവസാനിപ്പിക്കുന്നു തോന്നിച്ച തുടക്കം തന്നെയായിരുന്നു യശസ്വി രോഹിത്തും കൂടി നൽകിയത്. എന്നാൽ ODI ക്രിക്കറ്റിനോടുള്ള ഒരു റെസ്പെക്റ്റ് ഇന്ത്യ കാണിച്ചു. പിന്നെ പതുക്കെ സ്കോർ ഇന്ത്യ നല്ല ഉയർത്തുന്നു. അതായത് ആദ്യ വിക്കറ്റിൽ തന്നെ രോഹിത്തും യശസ്വി കൂടി 170 റൺസാണ് ഇന്ത്യക്ക് വേണ്ടി കൂട്ടിച്ചേർത്തത്. അഫ്ഗാനിസ്ഥാൻ്റെ ഫീൽഡിൽ വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു. വളരെ സ്ലോപ്പി ആയിരുന്നു ഇന്നലെ അഫ്ഗാനിസ്ഥാൻ ഫീൽഡിങ്. 23-ാം ഓവറിൽ മുഹമ്മദ് നബി പെട്ടെന്ന് കളി ജയിപ്പിക്കാൻ ശ്രമിച്ച രോഹിത് ശർമ്മയെ പുറത്താക്കി അഫ്ഗാനിസ്ഥാൻ ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. നല്ല രോഹിത് ശർമ്മ 79 റൺസാണ് നേടിയത്. 69 പന്തിൽ 9 4 3 6 ഉൾപ്പെടെ 79 റൺസ് നേടിയ
പുറത്താവുകയായിരുന്നു. പിന്നീട് വൺ ഡൗണായി വന്നത് ഇഷാൻ കിഷനോ ശുഭ്മാൻ ഗില്ലോ അല്ല, അത് നമ്മുടെ T20 ക്യാപ്റ്റനായ ശ്രേയസ് അയ്യരാണ്. ശ്രേയസ് അയ്യർ ഇന്നലെ വൺ ഡൗണായിട്ട് കിടക്കുകയായിരുന്നു. ജസ്റ്റ് ഒരു ഫിനിഷിങ് ഡ്യൂട്ടി മാത്രമായിരുന്നു നമ്മുടെ ശ്രേയസ് അയ്യറിനുണ്ടായിരുന്നത്. അത് അദ്ദേഹം ജയ്സാളും കൂടി ഭംഗിയെന്ന് വിളിച്ചു. ജയ്സാൾ ഇന്നലെ സെഞ്ചുറി നേടി അദ്ദേഹത്തിൻ്റെ ODIയിലെ 2ാം സെഞ്ചുറി ഇന്നലെ അഫ്ഗാനിസ്ഥാനെ പൂർത്തിയാക്കുകയും കളി വെറും 28.4 ഓവറിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് ഇനിയുള്ളത് അയർലാൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങളാണ്. അയർലാൻഡുമായിട്ട് 26-ാം തീയതിയാണ് ആദ്യ T20 മാച്ച് വരുന്നത്. അപ്പോൾ അയർലാൻഡുമായിട്ടുള്ള T20 മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.